എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ മൊട്ടപ്പൻ അവനാണെങ്കിൽ ഒരുപാട് നേരത്തെ പരിശ്രമത്തിനൊടുവിലായിട്ട് ആ ഒരു ജയന്റിനെ ഇട്ടിച്ച് തോൽപ്പിച്ചിരിക്കുകയാണ്. അവന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഫൈനലിലെത്തുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ചുറ്റുമുള്ളവരെല്ലാവരും അവനെ സപ്പോർട്ട് ചെയ്ത് ചെയർ ചെയ്യും. ഗോക്കുവിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. നമ്മൾ രണ്ടുപേരും നന്നായിട്ട് ഫൈറ്റ് ചെയ്ത് ഇപ്പോൾ ഫൈനലിലേക്ക് എത്തിയെന്ന് പറഞ്ഞ് അവർ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. ചുറ്റുമുള്ളവർക്കും ഇപ്പോൾ മൊട്ടപ്പൻ ജയിച്ചതിൽ ഒരുപാട് സന്തോഷം. ആങ്കർ അവൻ മൊട്ടപ്പനെ കൺഗ്രാറ്റുലേറ്റ് ചെയ്ത് ഇപ്പോൾ അടുത്ത മത്സരാർത്ഥികളെ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. അടുത്തതായിട്ട് മത്സരിക്കാൻ പോകുന്നത് നമ്മുടെ ഹാൻസം ബോയും ജാക്കിയോ ആണ്. ഇവിടെ മൊട്ടപ്പനാണെങ്കിൽ ഭയങ്കര വിഷമം. അവൻ ചുറ്റും നോക്കും. അവരുടെ മാസ്റ്ററിനെ അവിടെ എവിടെയും കാണാനില്ല. അപ്പാപ്പനെ കാണുന്നില്ലല്ലോ, അദ്ദേഹത്തിന്റെ മത്സരം കണ്ടില്ലേ? അതിന് ഗോക്കു പറയും തീർച്ചയായിട്ടും അദ്ദേഹം നിന്റെ മത്സരം കണ്ടിട്ടുണ്ടാവും, അദ്ദേഹത്തിന്റെ സ്മെല്ല് അതെനിക്ക് കിട്ടുന്നുണ്ടെന്ന് പറയും. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് ആ ജാക്കി അപ്പാപ്പനെ കാണിക്കും. ആളാണെങ്കിൽ ഇതിലേക്ക് സെലക്റ്റഡ് ആയിട്ടുള്ള ആ സുന്ദരി പെണ്ണിന്റെ അടുത്തു നിന്ന് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ലിപ്സ്റ്റിക് ഒരുപാട് ഇഷ്ടമാണല്ലേ? അതിനാ പെണ്ണ് പറയും അതെ, എനിക്ക് ലിപ്സ്റ്റിക്ക് ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ എനിക്കിപ്പോൾ ഇഷ്ടം ഇദ്ദേഹത്തിനെയാണെന്ന് പറഞ്ഞ് ദൂരത്തായിട്ട് നിൽക്കുന്ന വേറൊരാൾ അവൾ കാണിച്ചു കൊടുക്കും. അത് കേട്ട് ജാക്കി അപ്പാപ്പനാണെങ്കിൽ ആളുടെ അടുത്തേക്ക് വന്ന് ഇപ്പോൾ ആളോട് പറയും നിങ്ങളിത് കാണുന്നില്ലേ, ഈ സുന്ദരി പെൺകുട്ടിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണെന്ന്. അയാളാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ എന്തോ കാര്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. ഇവിടെ ആളാണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. ഫ്ലാഷ് ബാക്കിൽ ആളുടെ ഗ്രാമം കാണിക്കും. അവിടെയുള്ളവരെല്ലാവരും വെള്ളത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുകയാണ്. കുടിക്കാൻ വെള്ളമില്ലാതെ, കൃഷി ചെയ്യാൻ വെള്ളമില്ലാതെ അവരെല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടാണ്. അവർ നട്ടുവെച്ച ക്യാരറ്റ് പോലും വെള്ളമില്ലാതെ കരിഞ്ഞു പോയിരിക്കുന്നു. സ്ത്രീ ആണെങ്കിൽ അവരോട് പറയും നമ്മൾ ഇത്രയും കാലവും പണം കൊടുത്താണ് വെള്ളം വാങ്ങിക്കൊണ്ടിരുന്നത്, നമ്മുടെ കയ്യിൽ നിന്ന് ധാരാളം പണം നഷ്ടപ്പെട്ടു. 2 മാസം കൂടെ വെയിറ്റ് ചെയ്താൽ മാത്രമേ മഴക്കാലം വരൂ, അതുവരെ വെള്ളമില്ലാതെ നമ്മൾ എങ്ങനെ ജീവനോടുകൂടെ പിടിച്ചു നിൽക്കും? അതിനാൾ പറയും തീർച്ചയായിട്ടും വരാൻ പോകുന്ന ടൂർണമെന്റിൽ ഞാൻ മത്സരിക്കും. ഇതിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്ന വലിയ തുക അതുപയോഗിച്ച് നമുക്ക് ധാരാളം വെള്ളം വാങ്ങാമെന്ന് പറയും. കട്ട് ചെയ്ത ഇപ്പോൾ ആള് ഫൈറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ കടന്നു പോവാണ്. ആങ്കർ ആണെങ്കിൽ ജാക്കി അപ്പാപ്പനെയും അതുപോലെ തന്നെ നമ്മുടെ ഹാൻസം ബോയെയും അടുത്ത ഫൈറ്റിന് വേണ്ടി സ്റ്റേജിലേക്ക് വിളിക്കും. മറ്റൊരു ഭാഗത്ത് ദിനോസർ തലയൻ അവനാണെങ്കിൽ ചിക്കൻ പീസുകൾ അങ്ങനെ കടിച്ചു മുറിച്ച് തിന്ന് അടുത്തിരിക്കുന്ന ആളുടെ അടുത്തേക്ക് അതിലൊരു പീസ് വലിച്ചെറിയും. ഗോക്കു ആണെങ്കിൽ മൊട്ടപ്പനോട് പറയും ഞാൻ രാവിലെ കുറച്ച് ഭക്ഷണം കഴിച്ചതാണ്, എനിക്ക് വീണ്ടും ഇപ്പൊ വിശക്കുകയാണ്, എന്തെങ്കിലും എനിക്ക് കഴിച്ചേ പറ്റൂ. ഇവിടെ ഗോക്കുവും ആ ഡൈനോസറും അവർ രണ്ടുപേരും മത്സരിച്ച് ഇപ്പൊ ചിക്കൻ അങ്ങനെ കടിച്ചു പറിച്ച് തിന്നുകയാണ്. അവർ കഴിക്കുന്ന ചിക്കന്റെ ആ കാലുകൾ അത് അടുത്തുള്ള ആളുടെ അടുത്തേക്കായിരിക്കും വലിച്ചെറിയ. ആളാണെങ്കിൽ ഒരു നിമിഷം വീണ്ടും ആളുടെ ഗ്രാമത്തിലുള്ളവരെ കുറിച്ച് ആലോചിക്കും. നടക്കുന്ന ഈ വലിയ ടൂർണമെന്റിൽ അതിൽ പങ്കെടുക്കാനായിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യങ്ങളെല്ലാം തന്നെ കൊടുത്താണ് അവൻ ഇവിടേക്ക് അയച്ചത്. സോ അവന്റെ റെസ്പോൺസിബിലിറ്റി ആണെങ്കിൽ വളരെ വലുതാണ്. അവൻ ആ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഇപ്പൊ പവറൊക്കെ അക്യുമുലേറ്റ് ചെയ്തെടുക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ ഒരു സെക്കൻഡ് അവനെ നോക്കി ചിരിക്കും. ഗോക്കുവിനാണെങ്കിൽ ആളെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആൾക്ക് ഒരുപാട് വിശക്കുന്നുണ്ടെന്ന്. സോ അവിടെ ഉണ്ടായിരുന്ന ഫുഡ് അതെടുത്ത് ഗോക്കു ആണെങ്കിൽ ആൾക്ക് കൊടുക്കും. എനിക്ക് നിങ്ങളെ കാണുമ്പോൾ തന്നെ മനസ്സിലായി നിങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന്. നിങ്ങളുടെ വിശപ്പടക്കാൻ ആവശ്യമായിട്ടുള്ള ആഹാരം അതിവിടെ ഉണ്ട്, ധൈര്യമായിട്ട് നിങ്ങൾക്ക് കഴിക്കാം. അത് കണ്ട് കൺട്രോൾ പോയ ആ ഡൈനോസർ ഇതാണെങ്കിൽ വാലുപയോഗിച്ച് ഇപ്പൊ ഗോക്കുവിനെ ആഞ്ഞടിക്കും. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഫുഡുകൾ അതൊക്കെ തല്ലി പൊട്ടിക്കുകയാണ്. ഉടനെ ആ തലക്കെട്ടുകാരൻ ചാടി എഴുന്നേറ്റ് ആ ദിനോസറിനോട് ദേഷ്യപ്പെടും. ഒരു കാരണവശാലും ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല, ഒരു നേരത്തെ ഫുഡ് പോലും കഴിക്കാനില്ലാത്തവര് ഈ ലോകത്ത് ഒരുപാട് പേരുണ്ട്. ഗോക്കു ആണെങ്കിൽ ആ ദിനോസറിനോട് എന്തു പറ്റിയും ചോദിക്കും. അതിനാ ദിനോസർ പറയും നീ എടുത്തത് എന്റെ ഫുഡാണ്, ഇതുവരെ ഇപ്രകാരം ആരും എന്നോട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അവിടെ ബാക്കിയുണ്ടായിരുന്ന ഫുഡ് കൂടെ അത് നശിപ്പിച്ച് കളയാനായിട്ട് ആരംഭിക്കും. അടുത്ത നിമിഷം ഇവിടെയാണെങ്കിൽ അടുത്ത ഫൈറ്റിനുള്ള ബെല്ല് അടിച്ചു കഴിഞ്ഞു. നമ്മുടെ ഹാൻസം ബോയും ജാക്കി ചാനും അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ ഫേസ് ടു ഫേസ് എത്തിക്കഴിഞ്ഞു. ഉണ്മയാണെങ്കിൽ ഹാൻസം ബോയ്ക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കും. അതേസമയം ഹാൻസം ബോയ് അവനാണെങ്കിൽ ആ ജാക്കി ചാൻ അപ്പാപ്പനെ തന്നെ നോക്കും. സത്യത്തിൽ ഇങ്ങനെ ഒരു ഫൈറ്ററിന്റെ പേര് അത് ഞാൻ കേട്ടിട്ടില്ല, മാത്രമല്ല ഞാൻ ഇദ്ദേഹത്തെ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൻ ഒരു സെക്കൻഡ് ആളുടെ മുമ്പത്തെ ഫൈറ്റ് ആലോചിക്കും. ഒരൊറ്റ പഞ്ചിലാണ് ആള് വലിയൊരാളെ തോൽപ്പിച്ചത്. സോ ഇദ്ദേഹം ഒരു നിസ്സാരക്കാരനല്ല, നല്ല പവർഫുൾ ആയിട്ടുള്ള വ്യക്തിയാണ്, ഞാൻ വളരെയധികം കെയർഫുൾ ആയിട്ട് വേണം ആയിട്ട് ഏറ്റുമുട്ടാൻ പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് നിൽക്കും. ഹാൻസം ബോയ് ആണെങ്കിൽ ചാടി വീണ് ഇപ്പൊ ജാക്കി ചാൻ അറ്റാക്ക് ചെയ്യും. ഒരു പഞ്ച് കറക്റ്റ് ആയിട്ട് ജാക്കി ചാന്റെ ദേഹത്ത് വീഴും. പക്ഷെ അടുത്ത എന്റെ പഞ്ചുകളിൽ ഓരോന്നിൽ നിന്നും ജാക്കി ചാൻ അങ്ങനെ രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര അത്ഭുതം. ഗോക്കു ആണെങ്കിൽ മൊട്ടപ്പനെ അത് കാണിച്ചു കൊടുക്കുകയാണ്. കൺട്രോൾ പോയ ഹാൻസം ബോയ് ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും എന്റെ പവർഫുൾ ആയിട്ടുള്ള അറ്റാക്ക് അത് ഞാൻ ഇദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാം, അതിന്റെ മുൻപിൽ ഇദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഹാൻസം ബോയ് ആണെങ്കിൽ അവന്റെ ലാസ്റ്റ് പഞ്ച് അതുമായിട്ട് ജാക്കി ചാന്റെ അടുത്തേക്ക് വരും. ആള് ഞൊട്ടിയടയിൽ അവിടെ നിന്ന് അങ്ങനെ തെന്നി മാറി ഇപ്പൊ തണുത്ത കാറ്റ് അത് ഹാൻസം ബോയ്ക്ക് നേരെ വീശി അടിക്കുകയാണ്. ആ ഒരു അടിയില് ഇപ്പോ ഹാൻസം ബോയ് അവൻ തെറിച്ചു പോയി അടിച്ചു വീണ് ആ ഗോതയിൽ നിന്ന് പുറത്തേക്ക് പോകും. ആങ്കർ ആണെങ്കിൽ ജാക്കി ചാൻ ആള് ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കും. അത് കേട്ട് ചുറ്റും ഉണ്ടായിരുന്നവരെല്ലാവരും ആ ജാക്കി ചാന്റെ പേര് വിളിച്ച് ചേറിയാണ്. ഉൽമയ്ക്കാണെങ്കിൽ അത് കണ്ട് ഒരുപാട് വിഷമം. ഹാൻസം ബോയ് ആണെങ്കിൽ ഒരുപാട് വിഷമത്തില് ഇപ്പൊ ഗോക്കു
ഗോകുവിനോട് വിളിച്ചു പറയും, ആളെന്നെ തൊട്ടുപോലുമില്ല, ആ എയറിന്റെ പവറിലാണ് ഞാൻ തോറ്റുപോയത്. ഇവിടെ ഗോകുവിനും മൊട്ടപ്പനും രണ്ടുപേർക്കും അത് കേട്ട് അവരുടെ ടെൻഷൻ അത് വർദ്ധിക്കുകയാണ്. ഹാൻസം ബോയ് ആണെങ്കിൽ ഒരുപാട് നിരാശയോട് കൂടെ അങ്ങനെ പുറത്തേക്ക് മടങ്ങി വരികയാണ്. ഗോകു ആണെങ്കിൽ അതുകൊണ്ട് ഹാപ്പി ആയിട്ട് സംസാരിക്കാൻ തുടങ്ങും. അതിന് മൊട്ടപ്പനാണെങ്കിൽ ഗോകുവിന്റെ കൈ പിടിച്ച് പറയും, അവനിപ്പോ ഹാപ്പി ആയിട്ട് സംസാരിക്കാനുള്ള ഒരു മൂഡിലല്ല, സോ നമ്മളിപ്പോ അവനെ ഇറിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. ഹാൻസം ബോയ് ആണെങ്കിൽ അവൻ ഫൈറ്റ് ചെയ്ത ആ ജാക്കി അപ്പാപ്പനോട് ചോദിക്കും, നിങ്ങൾ അവസാനം ഉപയോഗിച്ച ആ ഒരു പഞ്ചിങ് സ്റ്റൈല് അത് വളരെ ഡിഫറെന്റ് ആയിരിക്കുന്നു. അതുകൊണ്ട് ഭയങ്കര അത്ഭുതം തോന്നി. അതിന് അപ്പാപ്പൻ പറയും, അത് എയർ അറ്റാക്ക് ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാമെന്ന് പറയും. ഹാൻസം ബോയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് സംശയം തോന്നി. അവൻ വീണ്ടും വീണ്ടും ആ അപ്പാപ്പനെ നോക്കും. അപ്പാപ്പനാണെങ്കിൽ ആ ചുന്ദരി പെണ്ണിനെ കണ്ട് അവളുടെ അടുത്തേക്ക് പോയി അവളുടെ ചുറ്റും ഓടിക്കളിക്കും. പിന്നീട് ആ ഒരു തലക്കെട്ടുകാരൻ ആൾ അവിടേക്ക് വരുമ്പോൾ ആളുടെ അടുത്തേക്ക് വന്ന് ആളുടെ ഫേസിലേക്ക് തന്നെ നോക്കും. ഇവിടേക്ക് ഞങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നത് ജയിക്കുക, പ്രൈസ് മണി കൊണ്ടുപോവുക എന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ തലയിൽ കാര്യമായിട്ട് എന്തൊക്കെയോ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ടല്ലോ എന്ന് ചിന്തിച്ച് അപ്പാപ്പനാണെങ്കിൽ ആ തലക്കെട്ടുകാരന് തന്നെ കണ്ണിമ ചിമ്മാ നോക്കി നിൽക്കും. ജാക്കി ചാൻ ആണെങ്കിൽ നൈസായിട്ട് ഇപ്പോൾ ആളുടെ മനസ്സിലൂടെ പോകുന്ന കാര്യങ്ങൾ അതെല്ലാം മനസ്സിലാക്കും. ആളുടെ ഗ്രാമത്തിന്റെ അവസ്ഥ, അവിടെയുള്ളവരുടെ കഷ്ടപ്പാട് അതെല്ലാം തന്നെ കണ്ട് ജാക്കി അപ്പൂപ്പനാണെങ്കിൽ ഒരുപാട് വിഷമം തോന്നുകയാണ്. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ പ്ലാൻ അത് മാറ്റേണ്ടി വരും എന്ന് പറഞ്ഞ് അപ്പാപ്പനാണെങ്കിൽ കടന്നു പോകും. അത് കാണുമ്പോൾ തന്നെ ഇവിടെ ഹാൻസം ബോയ്ക്ക് എന്തൊക്കെയോ സംശയം തോന്നുകയാണ്. ഗോകുവിന്റെ മാസ്റ്ററും ഈ ഒരു ജാക്കിയും അവർക്കിടയിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് അവൻ കാര്യമായിട്ട് ചിന്തിക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ഇപ്പോൾ തലക്കെട്ടുകാരനും ആ ചുന്ദരി പെണ്ണും അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാനായിട്ട് ഗോതയിലേക്ക് കടന്നു വരും. തലക്കെട്ടുകാരന്റെ മനസ്സിൽ അവന്റെ ഗ്രാമത്തെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ്. ആ സമയം ആ പെണ്ണ് അവളാണെങ്കിൽ നൈസായിട്ട് അദ്ദേഹത്തെ സൈറ്റ് അടിച്ച് കാണിക്കും. അതിനുശേഷം ചാടി വന്ന് അദ്ദേഹത്തെ അറഞ്ചും പുറഞ്ചും ഞെട്ടിക്കുകയാണ്. തലക്കെട്ടുകാരനാണെങ്കിൽ അവളെ തട്ടിമാറ്റി ജസ്റ്റ് അവളുടെ കയ്യിലൊന്ന് ടച്ച് ചെയ്യും. അതിനവളാണെങ്കിൽ ഒച്ചത്തിൽ നിലവിളിക്കുകയാണ്. തലക്കെട്ടുകാരനാണെങ്കിൽ അവൾ കരയുന്നത് കാണുമ്പോൾ ഒരുപാട് വിഷമം തോന്നും. ആൾ അടുത്തേക്ക് വന്ന് അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കും. ആ സമയം ജാക്കി അപ്പാപ്പനും അവളെ ഓർത്ത് വിഷമിക്കുകയാണ്. ഹാൻസം ബോയ് ആണെങ്കിൽ അപ്പാപ്പനെ വിടാതെ ആളുടെ പിന്നാലെ നടന്ന് ആൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കും. ഇവിടെ തലക്കെട്ടുകാരനാണെങ്കിൽ അവളോട് സോറി പറയും. ആ ഗ്യാപ്പിൽ അവള് കൈ ചുരുട്ടി ആളുടെ ചെസ്റ്റിൽ ഞെട്ടിക്കുകയാണ്. ഒരുപാട് വേദനയിൽ ആള് പെടയാനായിട്ട് തുടങ്ങും. അതിനുശേഷം അവളാണെങ്കിൽ വീണ്ടും ആളെ ഇടിക്കാൻ ശ്രമിക്കും. പക്ഷെ ആള് അവളുടെ കൈ ബ്ലോക്ക് ചെയ്തതിനു ശേഷം അവളോട് പറയും, എനിക്ക് എൻ്റെ ലക്ഷ്യം അത് നിറവേറ്റിയേ പറ്റൂ. എൻ്റെ ഗ്രാമത്തിലുള്ള ജനങ്ങൾക്ക് എന്നിലാണ് ഏക പ്രതീക്ഷ. ആളാണെങ്കിൽ അവളെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന കണ്ട് അവൾ ഞൊടിയടയിൽ അവളുടെ ഡ്രസ്സ് അഴിച്ച് മാറ്റും. അത് കണ്ട് ആള് ഫ്ലാറ്റ് ആവുകയാണ്. ഇവിടെ അപ്പാപ്പനാണെങ്കിൽ ഭയങ്കര സന്തോഷം, നീ ശരിക്കും സുന്ദരിയാണ്, എനിക്ക് നിന്നെ ഇതെല്ലാം കഴിഞ്ഞൊന്ന് കാണണമെന്ന് പറയും. അപ്പോഴായിരിക്കും ഹാൻസം ബോയ് അവൻ തിരിച്ചറിയുക മാസ്റ്റർ തന്നെയാണ് ഈ ജാക്കി എന്ന്. മാസ്റ്റർ അപ്പാപ്പനാണെങ്കിൽ നാവിൽ വെള്ളമൂറി ഇപ്പൊ വിളിച്ചു പറയും, വാഹു നീ സുന്ദരി തന്നെയാണ്, ഇങ്ങനെയൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായില്ലല്ലോ എന്ന് പറയും. അവളാണെങ്കിൽ ആ തലക്കെട്ടുകാരനോട് ചോദിക്കും, എനിക്ക് ഈ പിങ്ക് കളർ ഇന്നർവേസ് അത് ചേരുന്നുണ്ടോ, നിനക്കിത് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ച് ആളുടെ അടുത്തേക്ക് വരികയാണ്. ആളാണെങ്കിൽ പേടിച്ച് പതിയെ പതിയെ സ്റ്റേജിന്റെ ബോർഡർ ലൈനിലേക്ക് വരും. അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം തീർച്ചയായിട്ടും ഔട്ടാവും. ണെങ്കിൽ തലക്കെട്ടുകാരനോട് വിളിച്ചു പറയും, ഉറപ്പായാലും നിങ്ങൾ ഈ സമയം എന്തെങ്കിലും ചെയ്യണം, അതല്ല എങ്കിൽ നിങ്ങൾ തോറ്റുപോകും. അതിനവളാണെങ്കിൽ ആളുടെ നേർക്ക് ഓടി അടുക്കുകയാണ്. ഒരു സെക്കൻഡ് തലക്കെട്ടുകാരൻ അവന്റെ ഗ്രാമത്തിലുള്ളവരെ കുറിച്ച് ചിന്തിക്കും. അവർ പണം തന്നത് എല്ലാവരും പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടുന്നത്, ഞാനിത് ജയിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അവരെല്ലാവരും വീണ്ടും വലിയ ആപത്തിലേക്ക് പോകുന്നു പറഞ്ഞ് ആള് കണ്ണുകൾ അടയ്ക്കും. അതിനുശേഷം കണ്ണുകൊണ്ട് ആൾ എല്ലാ കാര്യങ്ങളും കണ്ട് അങ്ങനെ ഫ്ലൈ ചെയ്തു പോയി ഓടി വന്ന അവളുടെ പുറകിൽ ഞെട്ടിക്കുകയാണ്. അവളാണെങ്കിൽ ആ അട്ടിയിൽ അടിച്ച് താഴെ വീഴും. ആങ്കർ ആണെങ്കിൽ കൗണ്ട് ചെയ്യാനായിട്ട് തുടങ്ങും. 10 വരെ എണ്ണീട്ടും അവൾക്ക് യാതൊരു അനക്കവും ഇല്ല. സോ ആ തലക്കെട്ടുകാരനെ ഇപ്പൊ വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അവൾ വീണ് കിടക്കുന്നത് കണ്ട നമ്മുടെ മാസ്റ്റർ അപ്പാപ്പൻ ആൾ ഓടി വന്ന് അവളെ തട്ടിയൊക്കെ നോക്കും. ആങ്കർ ആണെങ്കിൽ അദ്ദേഹത്തോട് സൈഡിലേക്ക് മാറി നിൽക്കാൻ പറയും. ഇവിടെ ഹാൻസം ബോയ് അവൻ ഗോകുവിനോടും മൊട്ടപ്പനോടും പറയും, അത് നിങ്ങളുടെ മാസ്റ്റർ തന്നെയാണ്, അദ്ദേഹത്തിന് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. ഇവിടെ ആ തലക്കെട്ടുകാരനാണെങ്കിൽ അവളുടെ അവസ്ഥ കണ്ട് അവളോട് സോറി പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.